ഹായ് ഫ്രണ്ട്സ്, രാജകുമാരിയാണ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ലോട്ടറി അടിച്ചിരിക്കുകയാണ്. അതെ, എനിക്കല്ല, എൻ്റെ അച്ഛനാണ്. ഇതാണ് ആ ലോട്ടറി ടിക്കറ്റ്. ഓക്കെ, അയ്യോ, ഇതാണ് ആ ലോട്ടറി ടിക്കറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? എന്ത് പൊരിഞ്ഞ വെയിലല്ലേ, നല്ല അടിച്ചുപൊളി വെയിലാണ്. നമ്മളിങ്ങനെ പോയി സ്റ്റാൻഡിൽ പോയി ലോട്ടറി ടിക്കറ്റ് ക്യാഷ് ആക്കണം. ക്യാഷ് ആക്കിയ ശേഷം എൻ്റെ അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്, അത് മേടിക്കണം. കുറേ ആയി വിചാരിക്കുന്നു. അതെനിക്ക് വാങ്ങി കൊടുക്കണം എന്നായിരുന്നു, പക്ഷെ എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല കേട്ടോ. പക്ഷേ വാങ്ങണമെന്നുണ്ട്. ആ ഒരു സാധനമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആൾക്കാരൊക്കെ എനിക്ക് വട്ടാണെന്ന് ഇങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ. അങ്ങനെ നമ്മൾ നടന്ന് പോവുകയാണ്. എവിടെയാണ്? അങ്ങനെ നമ്മളിവിടെ പുതിയ സ്റ്റാൻഡിൽ ഈ ഒരു ഏജൻസിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ലോട്ടറി കൊടുത്തിട്ട് ക്യാഷാക്കി മാറ്റിയത്. നമുക്ക് ലോട്ടറി അടിച്ചത് 5000 രൂപയാണ് കേട്ടോ. അച്ഛന് ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി എടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെ അച്ഛന് ലോട്ടറി അടിക്കാറില്ല. അപ്പം ക്യാഷ് ഞാൻ മേടിച്ചപ്പം എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് റിട്ടേൺ പോകാം കേട്ടോ. ഡ്രസ്സ് വരികയാണ്, ഇങ്ങോട്ട് വാ. മോശല്ലേ ഞാനിതൊക്കെ ചൂടെടുക്കണ്ട്. എന്തേ എടുക്കാൻ പാടില്ല? മര്യാദക്ക് നിക്കടാ, ചൂടാവുന്നുണ്ട് കേട്ടോ. ചൂടായിക്കോട്ടെ. എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു പോ. ഇങ്ങനെയാണോ ഡ്രസ്സൊക്കെ ഇടുക? അങ്ങനെ നമ്മളെവിടെയൊക്കെ പോകുന്നത്? ടൗണിലല്ല, ചൂടെടുക്കല്ലേ. എന്തേ? എനിക്ക് ചായ വാങ്ങി തരുമോ പോവാൻ? ചായക്ക് എന്താ കൂട്ടാൻ? 2 വാടാ. 9 മണിയല്ലേ? ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ആ ചെരുപ്പ് കൈമിലിട്ട് ഓടിയാ പോയി. എന്ത് കൈമിലിട്ട്? നമ്മളൊരു സ്ഥലത്ത് പോവല്ലേ, ഹവായിട്ടിട്ടാ പോവുക. നിനക്കെന്താ അല്ലെങ്കിൽ ഓർമ്മ ഉള്ളത്? ഇതാ അവൻ്റെ ഹവായി ചെരുപ്പൊക്കെ മാറ്റിയിട്ട് വന്നിരിക്കുകയാണ്. ഇതാ പറയടാ, പറയ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ സിസ്റ്റർ കുട്ടിയാണ്. അത്യാവശ്യം കുരുത്തക്കേടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇവനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അച്ഛന് ഒരുപാട് ഇഷ്ടമുള്ള ആ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്നത് ടാക്കിൾ ടിപ്സ് കാലിക്കറ്റ് ആണ്. ഇത് ഒരുവിധം മീൻപിടുത്തക്കാർക്കൊക്കെ അറിയുന്ന ഒരു സ്ഥലമായിരിക്കും. ഈ ഒരു സ്ഥലത്ത് ഞാൻ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ ഒരു പരിപാടിയാണ്. ആൾക്ക് ഇതിൻ്റെ ഒരു പാഷനാണ്, ഭയങ്കര ജീവനാണ്. ഈ വീഡിയോ വല്ല മീൻപിടുത്തക്കാരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. കാരണം എനിക്കിതിനെപ്പറ്റി ഒരു പിടുത്തമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീൽഡേ അല്ല, എനിക്കിത് കണ്ടുപിടിച്ചും കൂടി ഇല്ല എന്നതായിരിക്കും ശരി. എനിക്ക് ഈ കുരങ്ങൻ്റെ കയ്യിൽ ബൾബ് പിടിച്ച് നിൽക്കുന്നതും പിന്നെ കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, മീനിൻ്റെ കുറച്ച് സാധനങ്ങൾ, തവള, ചെമ്മീന്, അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. ക്ഷമ തീരെ ഇല്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമല്ല ഇത്. എങ്കിൽ കൂടി എൻ്റെ അച്ഛനെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. പിന്നെ എൻ്റെ പോലെ ഒന്നും അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ വരാട്ടോ. ഈ കാണിക്കുന്ന ആള് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇത് ചുറ്റാനും ഇത് ഇടുന്ന രീതിയും എല്ലാ കാര്യവും നല്ല ട്രെയിനിങ് തന്നെ അന്ന് തന്നെ തരും. അച്ഛൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. ആൾക്കിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ മറച്ചു വെക്കുന്നത്? എന്നിട്ട് ബാക്കി ബാക്കിൽ നിന്ന് തിരിച്ച് ഏകദേശം ടൈറ്റ് ആയി കഴിഞ്ഞില്ല. പിന്നെ ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല, അത് മതി. അത് കഴിഞ്ഞിട്ട് ഏകദേശം നിറച്ചത് ഇത് എടുക്കേണ്ട രീതി ഇതാണ് മെയിൻ. നൂല് എപ്പോഴും ഇതിൻ്റെ അടി കൂടെ ആയിരുന്നു. ഇതിൻ്റെ അടി കൂടെ എടുത്തതിന് ശേഷം എന്താ കാര്യം, ഇത് ഓപ്പൺ ആക്കുക. എന്നിട്ട് എന്താ കാര്യം, നമ്മളിങ്ങനെ ഇത് കോർക്കുന്ന പോലെ ഇതിങ്ങനെ കോർത്ത് ഇങ്ങനെ കോർത്ത് കണ്ടോ. എടുത്തിട്ട് ഏകദേശം എത്തിക്കഴിഞ്ഞാൽ എന്താ കാര്യം, നമുക്കിത് അടയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ ഓക്കെ. ഇനി പോലത് ഇനിയിപ്പോൾ അടുത്ത് എറിയുന്ന രീതി കാണിച്ചതാ. ഈ സൈഡിൽ ഇങ്ങനെ വെക്കുക, ഒന്ന് തിരിച്ചെടുത്താൽ മതി. ഓക്കെ, അഴിക്കല്ലോ അതേ തന്നെ. റിവേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അഴിക്കുന്നതാണ്. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ, ഇത് നേരെ അങ്ങനെ ഇടുന്നത്, തിരിക്കുന്നത്.
നോക്കായി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞങ്ങളത് ഇട്ടോക്കി. ഇങ്ങോട്ട് ലെവല്ലോ. ആ തിരിയട്ടെ, ഇനി തിരിയട്ടെ, തിരിയട്ടെ, തിരിഞ്ഞ് ഉണ്ടാ തിരിയട്ടെ, തിരിയട്ടെ, കൈയോട് തിരിയട്ടെ, കൈ ഇങ്ങനെ തിരിച്ചാൽ. ഓക്കെ, അപ്പോൾ റെഡി. ഇനി അടുത്തത് എങ്ങനെ എറിയാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇത് പിടിക്കും വെച്ചാൽ 4 വിരലിതാ, ഈ 4 വിരലിൻ്റെ സെൻറ്ററിലാണ് ഇങ്ങനെ പിടിക്കുക. അതായത് റീലിന് സപ്പോർട്ട്, റോഡ് സപ്പോർട്ടായിട്ട് ഇതിൽ പിടിച്ചതിന് ശേഷം ചൂണ്ടുവരലിതാ ഇങ്ങനെ വെക്കുക. ഇത് ഈ ലൈൻ റോളർ ഉണ്ട്, അത് അടിയിലേക്ക് വരും, ഈ ലൈൻ അടിയിലേക്ക് വരും, എന്നിട്ട് ചൂണ്ടുവരലുകൊണ്ട് പിടിക്കുക, എന്നിട്ട് ഇത് ഓപ്പൺ ആക്കുക. നമ്മൾ എറിയാൻ നേരത്തെ ഈ വിരല വിട്ടെടുക്കുന്നത്, അപ്പോഴേ പോവുള്ളൂ. അപ്പോൾ അടയ്ക്കുന്നത്, തിരിക്കുന്നത്, ഇങ്ങോട്ട് അതിൻ്റെ മേലിട്ടു. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വെച്ച് 4 വിരൽ വെച്ച് ഇത് വെച്ച് ഇത് ഓപ്പൺ ആക്കി. അപ്പോൾ ഫുൾ കൺട്രോൾ നിങ്ങൾ ചൂണ്ടുവരലിട്ടോ. നമ്മൾ പറയും ഇങ്ങോട്ട് മാത്രമേ നമുക്ക് ഏകദേശം വീശി അറിയാം. നമ്മുടെ തട്ട് വെച്ചിട്ട് പതുക്കെ അങ്ങനെ വീശി പോയി അവിടെ എത്തിയതിന് ശേഷം എന്താക്കാം, ഇവിടെ എന്താക്കാം അടച്ചെടുക്കാം. അടച്ചു കഴിഞ്ഞാൽ കണ്ട ലൈൻ ഇവിടെ ഉണ്ടാവാം. പക്ഷെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ലൈന് കറക്റ്റ് ഇതിൻ്റെ അടിയിലേക്ക് കിടന്നു കേട്ടോ. എന്നിട്ട് ഇത് തിരിക്കുക. നമ്മൾ സ്പീഡ് അനുസരിച്ചിട്ട് പതുക്കെ തിരിക്കുക, സ്പീഡ് തിരിക്കുക അധികം കേട്ടോ. ഞാൻ പതുക്കെ വിടുന്നുള്ളൂ, നേരെ അടിക്കാണ്ട് ഇവിടെ അല്ല ഉണ്ടാവാം. തിരിച്ചു കഴിഞ്ഞാൽ തട്ടില്ല, ഇത് എത്ര വേണമെങ്കിൽ ഊരിയും കൂടെ എടുക്കാം. പതുക്കെ തിരിച്ചിട്ട് ഇത് ഇങ്ങനെ താത്തി പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ തിരിച്ചാൽ നമ്മളതായത് ഇങ്ങോട്ട് പോരും, മൊത്തത്തിൽ പോന്നു കഴിഞ്ഞാൽ എന്താക്കാം, ഇത് വേറെ ആക്കിയേക്കാം. ഇതാക്കി വെച്ച് ഇതിന് ബാഗ് ഉണ്ടോ, ഒരു കവറുണ്ടോ, ഇഷ്ടം കവറുണ്ടാവും. ഇത് കവറാക്കി ഇങ്ങനെ കവറിലാക്കി വെച്ച് ഇത് വേറെ അത് വേറെയും കൊണ്ടുവരും. അറിഞ്ഞിട്ടാണോ ഈ കുഞ്ഞു സാധനത്തിന് അധികം മീൻ പിടിക്കുന്നത് ഡിമാൻഡുള്ള സാധനം. ഇപ്പോൾ പേ ഉണ്ട് അവിടെ, പേ അതിനെ കൂടെ ഇതൊക്കെ കടിക്കാൻ നോക്കിയാൽ കേട്ടോ. എല്ലാ സാധനം കടിച്ച് മുറിച്ച് കളിച്ചു. ഇതിങ്ങനെ ഉണ്ടാവും. ഇതിലാണ് നമ്മൾ മറ്റേ സാധനം വെച്ചിട്ട് നേരത്തെ കാണിച്ചതില്ലേ, ആ ക്ലിപ്പ് വെച്ചിട്ട് എന്താക്കും ഇങ്ങനെ കോർക്കും. കൃഷ്ണ വേറെ മറ്റേ വലിയ ഒക്കില്ലല്ലോ അതിൻ്റെ അല്ല ആശയമാണ്. കുറച്ച് ടൈറ്റ് ഉണ്ടാവും, അതൊന്ന് ഇതേപോലേക്ക് എടുത്താൽ മതി. ഇതുണ്ടാവും, ഇത് നേരെ എറിഞ്ഞിടും, എന്നിട്ട് പതുക്കെ ഇങ്ങനെ തട്ടിച്ച് ഇങ്ങനെ കല്ലുമ്പോൾ കൂടെ തട്ടിച്ച് കൊണ്ടുപോകും. ഈ പിടിച്ചപാടെ തിരിച്ച് പിടിക്കാം. അങ്ങനെ കുഞ്ഞു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതിൻ്റെ കയ്യിൽ നമ്മൾ ഈ സാധനമൊക്കെ കൊടുത്ത് നമ്മളിതൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ 2 ഇരേനെയാണ് കേട്ടോ മേടിച്ചത്, ഇരയാന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒന്ന് ഫ്രോഗും ഒന്ന് വേറെന്തോ ഒരു സംഭവം നേരത്തെ കാണിച്ചില്ലായിരുന്നു, അതും കൂടി മേടിച്ചു കേട്ടോ. എന്തായാലും ലോട്ടറി അടിച്ച പൈസ മുഴുവൻ തീർത്തുണ്ട്. ഓ തീർന്നു സാധനമൊക്കെ വാങ്ങി. ഞാനിങ്ങോട്ട് നോക്ക്. ലോട്ടറി അടിച്ച പൈസ ഏകദേശം കഴിഞ്ഞു. ഒരു ചായയും ചെറിയ കടിയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുതേ.